ആരോപണം. ആപ്കെ അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓംപുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ധാരാളം കറകളുണ്ട് എന്നുള്ളതാണ്. എന്റെ അമ്മോ, ഞാൻ പോട്ടെ. ഇയാളുമായിട്ടുള്ള നമ്മുടെ ഈ പണി ശരിയാവില്ല. സാർ, താങ്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ പോട്ടെ, എന്നെ വിട്ടേക്ക്. നിങ്ങൾ എന്തു വിചാരിച്ചു? ഞാൻ പേടിച്ചു പോയെന്നു? കുറച്ച് ധൈര്യം സംഭരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയെന്നാ കരുതിയത്. ഓംപുരി സാർ, താങ്കളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കളുടെ ഓട്ടോബയോഗ്രഫി എൻ്റെ പക്കലുണ്ട്. താങ്കളുടെ ഭാര്യ എഴുതിയിരുന്നത്. ഏത് ഭാര്യ? താങ്കളുടെ രണ്ടാമത്തെ ഭാര്യയായ നന്ദിത സീപുരിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. താങ്കൾ 250 സിനിമകൾ ചെയ്തിരിക്കുന്നു. 35 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇതുവരെ താങ്കൾ ആരെയും പ്രകോപിപ്പിച്ചതായി ഒരു പരാതിയും കേട്ടിട്ടേയില്ല. ഇതുവരെ ഒരു ഹീറോയിനും താങ്കളെക്കുറിച്ച് കംപ്ലൈന്റും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ അതോ ദേഷ്യമുണ്ടോ? ഇത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ താങ്കളുടെ ഭാര്യ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് 14 വയസ്സുള്ള സമയത്ത് താങ്കൾ ഒരു 54 വയസ്സുള്ള സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നെന്ന്. ഒരു മിനിറ്റ്. നിങ്ങൾ എന്നോട് ഒരേ ഒരു കാര്യം മാത്രം പറയും. ഇത് 14 വയസ്സുള്ള ഒരു ചെറുക്കന്റെ കുറ്റമാണോ അതോ 55 വയസ്സുള്ള ഒരു സ്ത്രീയുടേതോ? ഓക്കെ, അവരെഴുതിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്കൊരു 37-38 വയസ്സുള്ള സമയത്ത് താങ്കളെക്കാൾ ചെറിയ പ്രായത്തിലുള്ള ഒരു വീട്ടുജോലിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വരട്ടെ. വയസ്സ് കുറവെന്നോ? 5 വയസ്സ് കുറഞ്ഞെന്ന് വെച്ച് വയസ്സ് കുറവാണെന്നോ? നല്ല കണക്കാട്ടോ. നോക്കൂ, ആദ്യത്തെ കാര്യം, അവളെന്റെ ജോലിക്കാരിയല്ല. നോക്കൂ, ഇപ്പോ എന്റെ അച്ഛന് 80 വയസ്സായി. അവളാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്റെ 3 നെഫ്യൂസ്. എന്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടില്ല, 8ാം ക്ലാസ് പാസ്സായി. ആ സമയത്ത് പഞ്ചാബിൽ ടെററിസം പീക്കിലായിരുന്നു. അപ്പോ ആ കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഒരാൾ 5ലും ഒരാൾ 7ലും മറ്റൊരാൾ 9ലുമായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിനായി പുറത്തേക്ക് പോകും. ഒരു പ്രാവശ്യം 10 ദിവസമാണെങ്കിൽ മറ്റൊരു ദിവസം 15 ആകും. സോ അവൾ വീട്ടിലെ കെയർടേക്കറാണ്. പിന്നെ അവളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അഡൽട്ടറി എന്ന് പറഞ്ഞേനെ. ഇതെങ്ങനെ അഡൽട്ടറി ആകും? നിങ്ങൾ പറയൂ സാർ, ഇത് ന്യായമാണ്? അതെന്താണ്? 37 വയസ്സുള്ള ഒരാൾക്ക് ഒരു വികാരം ഉണ്ടാവില്ലേ? പക്ഷേ അതിനുശേഷം, അതായത് ഓംപുരി സാർ, പക്ഷേ ആൻഡ് ഐ ആം എ ഡിവോഴ്സി. ഇല്ല, എനിക്കിതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത് എന്റെ ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ഈ ബുക്കിൽ എഴുതേണ്ട ആവശ്യം എന്താണ്? അതൊന്നും ഇതിൽ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. അവളെ വിളിച്ചോണ്ടോന്ന് ഇതാ ഇവിടെ ഇരുത്ത്. സത്യത്തിൽ താങ്കളുടെ ജീവിതം വളരെ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഈ ഓട്ടോബയോഗ്രഫി പുറത്തു വരുന്ന സമയത്ത് യുവാക്കൾക്ക് അതൊരു പ്രചോദനമായിരിക്കുമെന്നാണ്. അവർക്ക് ഉത്സാഹം കൂടും, നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനു വേണ്ടിയും ഞാൻ ആരെയും നിലത്തിട്ട് ചവിട്ടിയിട്ടില്ല. ഒരു പക്ഷേ 1-2 സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ഞാൻ മനസ്സാ പ്രായശ്ചിത്തം ചെയ്തിട്ടുമുണ്ട്. പിന്നെ തെറ്റ് ചെയ്യാതെ നമുക്ക് മനുഷ്യനാകാൻ കഴിയില്ല, നമ്മൾ ദൈവമാകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം എൻ്റെ ജീവിതത്തെ, അതായത് ഇതിൽ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലുള്ള എല്ലാ ലൈബ്രറികളിലും ഈ പുസ്തകം കാണും. എൻ്റെ ബാല്യം നിങ്ങൾക്കെല്ലാവർക്കും ദ ഗ്രേറ്റ്, ഈസ് എ ലെജൻഡ്, ഈസ് എ ജീനിയസ്, ചാർലി ചാപ്ലിന്റെ ബാല്യത്തെക്കുറിച്ച് വായിച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഭ്രാന്തായി, എന്റെ അമ്മയ്ക്കും ഭ്രാന്തായി. മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു.
അദ്ദേഹവും ദാരിദ്ര്യം അനുഭവിച്ചു, ഞാനും ദാരിദ്ര്യം അനുഭവിച്ചു. ഒരുപാട് സാമ്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഈ പുസ്തകം അതിനോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. ഇന്നും ഇതുണ്ട്. കാരണം വീണ്ടും ഒരു പുസ്തകം വരാം. ആ പുസ്തകത്തിലും ഒന്നും മറയ്ക്കപ്പെടില്ല, ഇവിടെയും മറയ്ക്കപ്പെടില്ല. പക്ഷേ എഴുതേണ്ട ഒരു ശൈലിയുണ്ട്. അതായത് ഒരു കാര്യം നിങ്ങൾക്ക് റൂഡായും മാറ്റാൻ പറ്റും, പിന്നെ അത് നിങ്ങൾക്ക് ഗ്രേസ്ഫുള്ളായും പറയാൻ പറ്റും. പക്ഷെ താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ? താങ്കളുടെ ജീവിതത്തിലും താങ്കൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്ന്, അതിലിപ്പോൾ താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്? അതെ, തീർച്ചയായും. തീർച്ചയായും. അതായത് എന്റെ ആദ്യത്തെ കാമുകി ഒരുത്തി ഉണ്ടായിരുന്നു. ഞാൻ എത്രമാത്രം ഡിലേ ചെയ്തു എന്ന് വെച്ചാൽ, കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ് അവളും വെറുത്തുപോയി. വേറൊരാളെ കല്യാണവും കഴിച്ചു. സർ, ഞാൻ താങ്കളോടൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഷാറുഖ് ഖാനുണ്ട്, സൽമാൻ ഖാനുണ്ട്. 50 വയസ്സായാലും ഇങ്ങനത്തെ സിനിമയൊക്കെയാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ തോന്നിയില്ല സാർ? അതായത് താങ്കൾക്കും സിനിമകളിലൊക്കെ 6 പാക്ക് എല്ലാം വെച്ച് അഭിനയിക്കണമെന്ന്? ഈ പാക്ക് ഉണ്ടല്ലോ, അത് പല തരത്തിലുണ്ട്. ചിലത് അകത്തായിരിക്കും, ചിലത് പുറത്തായിരിക്കും. പക്ഷെ എനിക്ക് അകത്താണ്. നീ ഒന്ന് പോയി നോക്ക്. ഒരുപാട് പാക്ക് ഉണ്ട്. നിങ്ങൾ 6 പാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് 10-15 പാക്ക് ഉണ്ട്. അത് അകത്ത് ഇങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കേട്ടു, അത് സത്യമാണോ? താങ്കളിപ്പോൾ മല്ലിക സെരാവത്തിനോടൊപ്പം ഫിലിം ചെയ്യുന്നെന്ന്? ദേ നോക്കൂ, ഞാൻ ഇദ്ദേഹം ജെന്റിൽമാൻ ആണെന്നാ വിചാരിച്ചിരുന്നു. പക്ഷെ ഇയാള് ഭയങ്കര സാധന കേട്ടോ. അല്ല, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മല്ലിക സെരാവത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഓംപുരിയെ കിസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നെന്ന്. എന്തുകൊണ്ട്? ഇത് താങ്കൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരോടൊപ്പം അല്ലേ സിനിമ ചെയ്തത്? അല്ല, അവര് നിങ്ങളോട് ഈ കാര്യമൊന്നും അല്ലല്ല, ഇത് ന്യൂസ് പേപ്പറിൽ വന്ന കാര്യമോ? ഞാൻ നിങ്ങൾക്ക് ക്ഷണം നൽകുന്നു മല്ലിക ഷറാഫത്തിന്. അവർക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കിസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ കുളിച്ചു വന്ന് നിൽക്കാം.